2020 ലോകകപ്പിൽ ഇന്ന് ഫൈനൽ പോരാട്ടമാണ്. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക പോരാട്ടം രാത്രി 8 മണിക്കാണ്. ഇന്ത്യ മൂന്നാം തവണ ഫൈനൽ കളിക്കാൻ ഇറങ്ങുമ്പോൾ ദക്ഷിണാഫ്രിക്കയുടെ ആദ്യ ഫൈനൽ. ആരായിരിക്കാം കിരീടമുയർത്തുന്നത്? ലോകം കാത്തിരിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ മണിക്കൂറുകൾ. വിനിഷ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് ഇന്നത്തെ കളിയുടെ സാധ്യതകളെ കുറിച്ച് പറയാനായി. ഗുഡ് മോർണിംഗ് വിനിഷ. ആകാംക്ഷയോടെ ആരാധകരെല്ലാം ഇങ്ങനെ ആകാംക്ഷയോടെ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ്. മറുവശത്ത് കന്നി ഫൈനൽ കളിക്കാൻ ദക്ഷിണാഫ്രിക്ക ഇറങ്ങുന്നു. ആവേശം ഒട്ടും കുറയിൽ ഉറപ്പാണ്. തീർച്ചയായും മനു, എല്ലാ ആരാധകരും വലിയ പ്രതീക്ഷയിലാണ്. ഇന്ത്യയുടെ ആരാധകരാവട്ടെ, ദക്ഷിണാഫ്രിക്കയുടെ ആരാധകരാവട്ടെ. കാരണം ദക്ഷിണാഫ്രിക്കയ്ക്ക് ആദ്യമായി ഫൈനലിൽ കയറുമ്പോൾ അവർക്കൊരു കിരീടം എന്തായാലും ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് ഇന്ത്യയുടെ സാധ്യത എന്ന് പറയുന്നതും. ഇന്ത്യക്ക് രോഹിത് ശർമ്മ ക്യാപ്റ്റനായി നിൽക്കുമ്പോൾ അവസാനമായി, അതായത് കഴിഞ്ഞ 2020 ലോകകപ്പ് മത്സരത്തിൻ്റെ ഫൈനൽ മത്സരം കഴിഞ്ഞപ്പോൾ ഇന്ത്യ തോറ്റു പുറത്തായപ്പോൾ രോഹിത് ശർമ്മ ഇതോടെ കളി നിർത്തുന്നു. 2020 ലോകകപ്പിൽ ഇനി മത്സരിക്കാനില്ല, 2020 ലോകകപ്പിൽ നിന്നും 2020 മത്സരങ്ങളിൽ നിന്ന് വിരമിക്കുന്നു എന്നൊരു പ്രഖ്യാപനം രോഹിത് ശർമ്മ നടത്തിയിരുന്നു. പക്ഷേ ആ പ്രഖ്യാപനം വിരമിക്കാതെ നീണ്ടത് ഒരു ലോകകപ്പ് കൂടി ഇന്ത്യക്ക് സമ്മാനിക്കുക എന്നൊരു നിശ്ചയദാർഢ്യത്തിന് പുറത്ത് തന്നെയാണ്. ആരാധകരും രോഹിത് ശർമ്മയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും അതുതന്നെയാണ്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ ഒരു കപ്പ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക, ആ വിരോചിതമായ ഒരു യാത്രയപ്പ് രോഹിത് ശർമ്മയ്ക്കും ഒപ്പം വിരാട് കോഹ്ലിക്കും നൽകുക. കാരണം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കൂടെ ഇനി ഒരു ലോകകപ്പ് മാച്ച് മത്സരിക്കാൻ സാധ്യതയില്ല. ഒരേ മത്സരത്തിൽ രണ്ടുപേരും കൂടെ വരുമ്പോൾ വിരാട് കോഹ്ലിക്കായാലും രോഹിത് ശർമ്മയ്ക്കായാലും ഒരു കപ്പോടെ ഒരു മടക്കം എന്നുള്ളത് തന്നെയാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇന്ത്യൻ ടീമിൻ്റെ പ്രതീക്ഷയും അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ 2020 മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ 8 മത്സരങ്ങളിൽ ആവേശഭരിതമായ വിജയങ്ങളാണ്. എല്ലാ ടീമിനെതിരെയും മികച്ച സ്കോറോട് കൂടി ഇന്ത്യക്ക് ജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇന്ത്യൻ നിര ഇറങ്ങുന്നത്. ഏതെങ്കിലും ഒരു പ്ലെയറെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു ഇന്ത്യൻ നിരയല്ല. എല്ലാ പ്ലെയർമാരും, എല്ലാ ബാറ്റർമാരും ഒരുപോലെ ഫോമിൽ നിൽക്കുന്നു എന്നത് തന്നെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നത്. ഫൈനൽ ഡോസ്, ബാർബഡോസിലെ ഫൈനൽ ഡോസ് എന്തായാലും ഇന്ത്യക്ക് അനുകൂലമായിരിക്കുമെന്ന് തന്നെയാണ് നമ്മളുടെ ഈ കായിക നിരീക്ഷകരെല്ലാം തന്നെ വിലയിരുത്തുന്നത്. അതിനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട്. പക്ഷേ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നത് മഴയാണ്. എല്ലാ കളിയിലെയും അനിശ്ചിതത്വ വില്ലനായി വരുന്നത് പോലെ മഴ ഇന്നും വില്ലനായി വരുമോ എന്നൊരു സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അഥവാ മഴ വില്ലനായി വരികയാണെങ്കിൽ ഇന്നത്തെ കളി പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നാളത്തേക്ക് മത്സരം മാറ്റിവെക്കും. നാളെ ഇതേ സമയം, അതായത് ഇന്ന് രാത്രി 8 മണിക്കാണ് മത്സരം നടക്കാനിരിക്കുന്നത്. ഇന്ന് മത്സരം പൂർത്തീകരിക്കാനായിട്ടില്ലെങ്കിൽ, സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കാനായില്ലെങ്കിൽ, അതായത് നിശ്ചിത ഓവർ പൂർത്തീകരിക്കാനായില്ലെങ്കിൽ നാളത്തേക്ക് മത്സരം മാറ്റിവെക്കും. നാളെ രാത്രി മഴ ഉണ്ടാകാതിരിക്കട്ടെ, കളി പൂർണ്ണമായും കളിച്ചുകൊണ്ട് തന്നെ കിരീടം നേടാൻ കഴിയട്ടെ എന്ന വലിയ ഒരു ആഗ്രഹമാണ് ആരാധകർക്കുള്ളത്. ഓക്കെ, താങ്ക് യു വിനിഷ. വിനിഷയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.